നീ ഒന്നെ നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിരുന്നു. നീ ഏത് ഫ്രണ്ടിനെ കാണാൻ പോയെന്നൊക്കെ എനിക്കറിയാം. എൻ്റെ മോളെ മനസ്സിലേ ആശയില്ലാത്ത ചിന്തയൊക്കെ ഉണ്ടെങ്കിലേ അതങ്ങ് മാറ്റി വെക്കണ നല്ലത്. നീ ആരെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ തീരുമാനിക്കാം. നിൽക്കാറ് എന്തെങ്കിലും പറയുമെന്ന് അറിഞ്ഞൂടെ അച്ഛൻ ഒന്നും മിണ്ടാൻ നിൽക്കണ്ട കേട്ടോ. അച്ഛാ, ശ്യാമു അച്ഛനും വന്നിട്ടുണ്ട്. വീട്ടിൽ കയറി പറഞ്ഞല്ലേ, നീ ഇപ്പൊ ഒന്നും പറയണില്ല. കയറി വരാൻ പറ. ആയിരിക്കണം. അവളോട് ഞാൻ ആദ്യമേ പറഞ്ഞാണ് ഈ കാര്യം നടക്കൂല. അത് അറിഞ്ഞിട്ടും നിങ്ങൾ വന്നത് ശരിയായില്ല. പിള്ളേരുടെ ആഗ്രഹത്തിന് നമ്മളായിട്ട് എതിര് നിൽക്കണോ? ഈ പിള്ളേർക്കേ അങ്ങനെ പല ആഗ്രഹങ്ങളും കാണും. നമ്മൾ മുതിർന്നവർ വേണം അത് വേണോ വേണ്ടതൊക്കെ ആലോചിക്കുക. അല്ലാതെ ചെറുക്കൻ്റെ വാക്കും കേട്ടോണ്ട് ഓടിപ്പടിച്ച് വരെയല്ല ചെയ്യേണ്ടത്. അങ്ങളെ, ഞങ്ങളിവിടെ വന്നത് വഴക്കൂടാനോ തർക്കിക്കാനോ ഒന്നുമല്ല. എനിക്കും അമ്മയില്ല, അവൾക്കും അമ്മയില്ല. അപ്പോൾ ഒരു അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇത്രയും വർഷങ്ങളായിട്ട് അച്ഛൻ ഒരു കല്യാണം പോലും കഴിക്കാതെ അച്ഛൻ്റെ ജീവിതം കൂടെ കളഞ്ഞിട്ടാണ് ഞങ്ങളെ രണ്ടുപേരെയും നോക്കിയത്. ഇവിടുത്തെ അങ്കിളും അതുപോലെയാണെന്ന് എനിക്കറിയാം. പലപ്പോഴും അച്ഛൻ ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയണ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇന്നുവരെ ഞാൻ എന്തിനാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ അച്ഛൻ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യും എന്നുള്ളൊരു ആദിയായിരുന്നു അച്ഛൻ്റെ മനസ്സിൽ. ഞങ്ങൾ സ്നേഹിച്ച സമയത്ത് തന്നെ ഞങ്ങൾ തീരുമാനമെടുത്താണ് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഈ കല്യാണം നടക്കത്തുള്ളൂ എന്ന്. അങ്കിളിന് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കല്യാണം നടക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളും ഇത് ഇവിടെ വെച്ച് അങ്ങ് നിർത്തുവാണ്. നീ എന്നെ അങ്കിളെ ഒന്നും വിളിക്കാനും വേണ്ട. മക്കളെ ഒന്ന് നിൽക്ക്. ഇനി മുതലേ നീ എന്നെ അച്ഛാന്ന് വിളിച്ചാൽ മതി. അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് അറിയാമോ? അവരെ മനസ്സിലാക്കുന്ന മക്കളെ കിട്ടുക എന്ന്. നമ്മളെന്തായാലും ഭാഗ്യം ചെയ്തിട്ടു. പോയിട്ട്